പയ്യന്നൂരിൽ അടൂരിന് പിറന്നാൾ ആഘോഷം. +2 കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. എയർപോർട്ട് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പയ്യന്നൂർ. വിശ്വവിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണന്റെ 84ാം പിറന്നാൾ പയ്യന്നൂർ ജുജു ഹോട്ടലിൽ വെച്ച് ആഘോഷിച്ചു. പയ്യന്നൂർ സർഗ ഫിലിം സൊസൈറ്റിയാണ് ചടങ്ങിന് നേതൃത്വം വഹിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന സർഗ ഫിലിം സൊസൈറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു അടൂർ. താനിതുവരെ കേക്ക് മുറിച്ച് ഇത്തരത്തിലുള്ള ഒരു ജന്മദിനം കൊണ്ടാടിയിട്ടില്ലെന്നും പയ്യന്നൂർകാർക്ക് തന്നോടുള്ള പ്രത്യേക സ്നേഹവും കരുതലും സ്നേഹവുമാണ് ഇതെന്നും മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ ഒരിക്കലും ഒരു ജന്മനാളും ആഘോഷിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ ഓർമ്മിക്കാറ് പോലുമില്ല. ആരെങ്കിലും വിളിച്ചു പറഞ്ഞാണ് ഇന്ന ദിവസമാണ് ജനിച്ചിരിക്കുന്ന ഡേറ്റ് ഇന്നതാണ് എന്ന് പറഞ്ഞാൽ അറിയുന്നത്. അപ്പോൾ അതിലും ഞാനൊരു വർഷങ്ങളായിട്ട് അതിലൊരു ദ്വിത്വം ഉണ്ടായിരുന്നു എനിക്ക്. ദ്വിത്വം എന്ന് പറഞ്ഞാൽ എൻ്റെ റെക്കോർഡിലൊക്കെ ഞാൻ 1941 ജനിച്ചതായിട്ടാണ്. സത്യത്തിൽ ഞാൻ അതിന് 2 കൊല്ലം മുമ്പേ തന്നെ ജനിച്ചിരുന്നു. പിന്നെ എനിക്ക് റെക്കോർഡിൽ കിടക്കുന്ന എനിക്ക് അതുകൊണ്ട് പുറത്ത് പറയാൻ ഒക്കില്ലല്ലോ, അതുകൊണ്ട് പിണ്ടാതിരുന്നതാണ്. അപ്പം ഈയിടയ്ക്ക് ഞാൻ അത് കാണുന്നവരോടെല്ലാം പറഞ്ഞാൽ ഉള്ള സത്യം പറയാം, ഇനിയെങ്കിലും പറയാൻ പറ്റില്ല, ഇത്രയും പ്രായമൊക്കെ ആയി ഉള്ള സത്യം പറയാം. കാരണം ഞാൻ കുറ്റക്കാരനുമല്ല. ആരോ ചെയ്ത നമ്മൾ സ്കൂളിൽ ചേർക്കുമ്പോൾ ഹെഡ്മാസ്റ്റർ ചെയ്ത പണിയാണ്. എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ ഇത്തരമൊരു കാര്യം സൂചിപ്പിച്ചപ്പോൾ വളരെ വികാരനിർഭരനായാണ് താനത് സ്വീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താൻ ഇനിയും ചെറുപ്പത്തിലേക്ക് സഞ്ചരിക്കുകയാണെന്നും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും അടൂർ പറഞ്ഞു. ചടങ്ങിൽ CV ബാലകൃഷ്ണൻ, K രാമചന്ദ്രൻ, TK സന്തോഷ്, KU വിജയകുമാർ, മേലേടത്ത് ഗംഗാധരൻ, PM ബാലകൃഷ്ണൻ എന്നിവർ പിറന്നാൾ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. You can arrest me, sir. റീടേക്ക് വേണോ സർ? റിയൽ ലൈഫിൽ ഇതേപോലുള്ള റീടേക്കുകൾ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ. അതെ, ജീവിത വിജയങ്ങളുടെ പിറകിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വലിയ റോളുണ്ട്. +2 കഴിഞ്ഞവരാണോ നിങ്ങൾ? ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു. എയർപോർട്ട് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പയ്യന്നൂർ. Courses: BBA with Aviation and Logistics, BBA with Aviation, BCom with Aviation, Diploma in Aviation, Diploma in Logistics and Supply Chain Management, IATA, Travel and Tourism. Focus your dream job with Airborne.